പത്തനംതിട്ട പെരുന്നാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഖിൽ, ഷാരോൺ, ആറോമൽ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊലയ്ക്ക് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്നാണ് CPIMന്റെ ആരോപണം. ഞായറാഴ്ച രാത്രി 10ഓടെ പെരുന്നാട് മടത്തുംമൂഴി കൊച്ചുപാലത്തിന് സമീപത്തുണ്ടായ സംഘർഷത്തിലാണ് ജിതിന് കുത്തേറ്റത്. ആദ്യം പെരുന്നാട് PHCയിലും തുടർന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരിച്ചു. മറ്റ് 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലപ്പെട്ട ജിതിനൊപ്പം ഉണ്ടായിരുന്ന അനന്തുവിനെ പ്രതികൾ ആക്രമിച്ച സമയം തടസ്സം നിൽക്കാനെത്തിയപ്പോഴാണ് ജിതിനെയും ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ 8 പ്രതികളാണുള്ളത്. നിഖിലേഷ്, വിഷ്ണു, ശരൺ, സുമിത്, മനീഷ്, ആരോമൽ, മിഥുൻ, അഖിൽ എന്നിവരാണ് പ്രതികൾ. പ്രധാന പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. കസ്റ്റഡിയിലെടുത്തവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കൊലയ്ക്ക് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആരോപിച്ചു. BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ഇതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. ജിതിന്റെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ശേഷം ഉച്ചയോടെ മൃതദേഹം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. വിദേശത്തുള്ള അമ്മയും സഹോദരിയും എത്തിയ ശേഷം സംസ്കാരം നടത്തും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.